പ്രകൃതികോപത്തിന് നടുക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ വീണ്ടും ഒരു ഓഗസ്റ്റ് 8 കടന്നു വരികയാണ്. 7 വർഷങ്ങൾക്ക് മുൻപ് അർദ്ധരാത്രിയിൽ നാടിനെ വിഴുങ്ങിയ ആ കറുത്ത രാത്രിയുടെ മുറിവുകൾ വിലങ്ങാട്ടുകാർക്ക് ഇന്നും ഉണങ്ങിയിട്ടില്ല. കഴുത്തോളം മുങ്ങിയ ചെളിവെള്ളത്തിൽ നിന്ന് മരണമുഖത്ത് നിന്ന് ദാസൻ ജീവിതത്തിലേക്ക് നീന്തിക്കയറിയിട്ട് ഇന്ന് 7 വർഷം പൂർത്തിയാവുകയാണ്. ഓഗസ്റ്റ് മാസം കടന്നു വരുമ്പോൾ ഭീതിയോടെ അല്ലാതെ ആ ദുരന്ത രാത്രിയെ ഓർക്കാൻ ഈ നാടിന് കഴിയില്ല. 2019 ഓഗസ്റ്റ് 8 അർദ്ധരാത്രി ആലിമൂലയെ നടുക്കി പ്രകൃതി താണ്ഡവമാടിയ ആ ഒന്നാം ഉരുൾപൊട്ടൽ ഒരു നാടിന്റെ പ്രതീക്ഷകളെയാണ് തുടച്ചു നീക്കിയത്. പതിവ് പോലെ അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നവരുടെ മേലേക്ക് മലവെള്ളപ്പാച്ചിൽ കുതിച്ചെത്തി. കുറ്റിക്കാട്ടിൽ ബെന്നി, ഭാര്യ മേരി, മകൻ അഖിൽ ഫിലിപ്പ്, മാപ്പലകിൽ ദാസന്റെ ഭാര്യ ലിസി എന്നിവരുടെ ജീവനാണ് ആ രാത്രിയിൽ പൊലിഞ്ഞു പോയത്. വീടിനുള്ളിൽ ചെളിയിൽ മുങ്ങിപ്പോയ ദാസനെ കൂരിരുട്ടിൽ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് നാട്ടുകാർ രക്ഷപ്പെടുത്തിയത്. അന്ന് ഞങ്ങൾ ചെറിയൊരു മയക്കത്തിലായിരുന്നു. വെള്ളം വരച്ച് വരുന്ന ഒച്ച കേട്ടോണ്ട് ഒരു മരം നമ്മൾ ശരിക്കും ഒരു കാറ്റടിക്കുമ്പോൾ ഒരു ശബ്ദമില്ല, അങ്ങനെ ഒരു ശബ്ദം കേട്ടോണ്ടാണ് ഈ പെട്ടെന്ന് ഞെട്ടി എണീറ്റ് കട്ടിലേൽ നിന്ന് എഴുന്നേക്കാൻ നോക്കുമ്പോഴേക്കും ചെളിയും മണ്ണും വെള്ളവും എല്ലാം കൂടി വന്ന് ഞങ്ങളെ മൂടി കഴിഞ്ഞു. ഫുൾ മൂടി. 16 വീടുകൾ, ഏക്കറുകളോളം വരുന്ന കൃഷിഭൂമി, വാഹനങ്ങൾ, ആലിമൂലയിലെ സർവസ്വവും അന്ന് പ്രകൃതി കവർന്നെടുത്തു. ദുരന്തം ബാക്കിയാക്കിയ ആഘാതത്തിൽ നിന്ന് കരകയറാൻ ഈ നാട്ടുകാർക്ക് വർഷങ്ങൾ വേണ്ടി വന്നു. രാത്രി ആയതുകൊണ്ട് നമുക്കൊന്നും തിരിഞ്ഞില്ല, ഒന്നും മനസ്സിലായില്ല. നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മളിതിൻ്റെ ഭീകരത മനസ്സിലായത്. കൃഷിയിടങ്ങൾ മുഴുവൻ ഏകദേശം തന്നെ നശിച്ചുപോയി. എൻ്റെ വീടിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് എടുത്തു പോയി. ഈ 3 പേര് മരിച്ച ആ വീട്ടിലെ 3 ആളും മണ്ണിനടിയിലായിപ്പോയി. സർക്കാരിന്റെയും സഭയുടെയും സഹായത്തോടെ നരിപ്പറ്റ അൽഫോൻസ നഗറിലെ പുതിയ വീടുകളിലേക്ക് ആളുകൾ മാറിയെങ്കിലും ഓരോ ഓഗസ്റ്റ് മാസം കടന്നു വരുമ്പോഴും കറുത്ത മേഘങ്ങളെ പേടിയോടെ അല്ലാതെ ഇവർക്ക് നോക്കി നിൽക്കാനാകുന്നില്ല. ഞങ്ങളകത്ത് കിടന്നു, വലിയ ഉറപ്പൊന്നുമില്ല, കണ്ടൊന്നും ഇല്ലല്ലോ. അപ്പം പെണ്ണുങ്ങൾ പറയുന്നുണ്ട്, അപ്പച്ചാ എന്തോ ഒരു കാറ്റടിക്കുന്നു, എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. 5 മിനിറ്റ് ഞങ്ങൾ കട്ടിലേക്ക് കയറി പ്രാർത്ഥിച്ച് കഴിഞ്ഞേച്ച് ഞങ്ങളെ മുറ്റത്തോട്ട് കണ്ടില്ല. ഒരു ലൈറ്റ് എടുത്ത് ഇവിടെ ഹാളിൽ എത്തുമ്പോഴത്തേക്കും ഇവിടെ മുഴുവൻ വെള്ളമാണ്, ചെളി കയറി. മുറിവുകൾ ഉണങ്ങാത്ത ഓർമ്മകളുമായി പുതിയ ജീവിത സാഹചര്യങ്ങളോട് പൊരുതി വിലങ്ങാടുകാർ മുന്നോട്ട് നീങ്ങുകയാണ് വീണ്ടും ഒരു ഓഗസ്റ്റ് 8 എന്ന ദിവസത്തിലൂടെ. ന്യൂസ് മലയാളം, കോഴിക്കോട്.